പുസ്തകത്തിന്റെയോ അർത്ഥം മറ്റൊരു ഭാഷയിൽ ആവിഷ്കരിക്കുന്നതാണ് വിവർത്തനം. ഒന്നുകൂടെ പറയാം. ഒരു പദത്തിന്റെയോ വാക്യത്തിന്റെയോ ഗ്രന്ഥ സന്ദർഭത്തിന്റെയോ പുസ്തകത്തിന്റെയോ അർത്ഥം മറ്റൊരു ഭാഷയിൽ ആവിഷ്കരിക്കുന്നതാണ് വിവർത്തനം. ഇതാണ് വിവർത്തനത്തിന് നിഘണ്ടുവിലുള്ള നിർവചനം. ഇനി എൻ വി കൃഷ്ണവാര്യർ മലയാളത്തില് വിവർത്തനത്തെ കുറിച്ച് വളരെ ലളിതവും വിശദവുമായ ഒരു നിർവചനം നൽകുന്നുണ്ട്. സ്രോത ഭാഷയിൽ ആവിഷ്കരിക്കപ്പെട്ട ആശയങ്ങളെ കഴിയുന്നത്ര ഏറ്റക്കുറച്ചിൽ കൂടാതെയും ലക്ഷ്യഭാഷയുടെ ആവിഷ്കരണ രീതിക്ക് ഇണങ്ങുന്ന രീതിയിലും ലക്ഷ്യഭാഷയിൽ ആവിഷ്കരിക്കുന്നതിനുള്ള പ്രയത്നമാണ് വിവർത്തനം. ഇതാണ് എൻ വി കൃഷ്ണവാര്യരുടെ നിർവചനം. അതായത് സ്രോത ഭാഷയിൽ ആവിഷ്കരിക്കപ്പെട്ട ആശയങ്ങളെ ഇവിടെ പറയാം. സ്രോത ഭാഷയിൽ ആവിഷ്കരിക്കപ്പെട്ട ആശയങ്ങളെ കഴിയുന്നത്ര ഏറ്റക്കുറച്ചിൽ കൂടാതെയും ലക്ഷ്യഭാഷയുടെ ആവിഷ്കരണ രീതിക്ക് ഇണങ്ങുന്ന രീതിയിലും ലക്ഷ്യഭാഷയിൽ ആവിഷ്കരിക്കുന്നതിനുള്ള പ്രയത്നമാണ് വിവർത്തനം. അപ്പോ സ്രോത ഭാഷയിൽ ആവിഷ്കരിക്കപ്പെട്ട ആശയം അതിന് കഴിയുന്നത്ര ഏറ്റക്കുറച്ചിൽ ഉണ്ടാവരുത്. അതായത് ആ ആശയം മൂലഗ്രന്ഥകാരൻ ഉദ്ദേശിച്ച ആശയത്തിന് വലിയ മാറ്റങ്ങളൊന്നും കൂടാതെ, വലിയ ഏറ്റക്കുറച്ചിലുകളൊന്നും ഇല്ലാതെ, എന്നാൽ ലക്ഷ്യഭാഷയിൽ അവതരിപ്പിക്കുമ്പോൾ കൃത്രിമത്വം ഇല്ലാതെ, അതാണ് ലക്ഷ്യഭാഷയുടെ ആവിഷ്കരണ രീതിക്ക് ഇണങ്ങുന്ന തരത്തിൽ, ലക്ഷ്യഭാഷയുടെ ആവിഷ്കരണ രീതിക്ക് ഇണങ്ങുന്ന രീതിയിലും ഏത് ഭാഷയിൽ ലക്ഷ്യഭാഷയിൽ ആവിഷ്കരിക്കുന്നതിനുള്ള പ്രയത്നമാണ് വിവർത്തനം. ഇതാണ് എൻ വി കൃഷ്ണവാര്യര് വിവർത്തനത്തിന് നൽകുന്ന നിർവചനം. ഇവിടെ രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന്, മൂലഗ്രന്ഥകാരനോട് വിവർത്തകൻ വിശ്വാസ്യത പുലർത്തണം എന്നുള്ളതാണ് ഒന്നാമതായിട്ട് എൻ വി കൃഷ്ണവാര്യർ ഇതിൽ ഊന്നൽ നൽകുന്ന ഒരു കാര്യം. കാരണം കഴിയുന്നത്ര ഏറ്റക്കുറച്ചിൽ കൂടാതെയും എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അതായത് മാറിപ്പോകരുത്. എന്താണോ മൂലഗ്രന്ഥകാരൻ ഉദ്ദേശിച്ചത് അതേ ആശയം തന്നെ പരമാവധി, അതായത് 100% പകർന്നു കൊടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് വിവർത്തനത്തിന്റെ ഏറ്റവും വലിയ പരിമിതി. അതുകൊണ്ട് തന്നെ പരമാവധി ഈ ഏറ്റക്കുറച്ചിൽ കൂടാതെ മൂലഗ്രന്ഥകാരൻ ഉദ്ദേശിച്ച ആശയം തന്നെ നിലനിർത്തിക്കൊണ്ട് അത് പകർന്നു കൊടുക്കാൻ കഴിയുന്ന വിധത്തിൽ, എന്നാൽ ലക്ഷ്യഭാഷയിൽ വരുമ്പോൾ കൃത്രിമത്വം വരികയും ചെയ്യരുത്. ലക്ഷ്യഭാഷയുടെ ആവിഷ്കരണ രീതിക്ക് ഉതകുന്ന തരത്തിൽ മാറ്റുന്ന അല്ലെങ്കിൽ പകർത്തുന്ന, അതിലേക്ക് മാറ്റുന്ന പ്രക്രിയയാണ്, അതിനുള്ള ശ്രമമാണ് വിവർത്തനം. ഇനി പറയണോ? ഒന്നുകൂടെ പറയാം. നിർവചനം ഒന്ന് പറഞ്ഞാൽ കൊള്ളാം. സ്രോത ഭാഷയിൽ ആവിഷ്കരിക്കപ്പെട്ട ആശയങ്ങളെ സ്രോതഭാഷയിൽ ആവിഷ്കരിക്കപ്പെട്ട ആശയങ്ങളെ കഴിയുന്നത്ര ഏറ്റക്കുറച്ചിൽ കൂടാതെയും ലക്ഷ്യഭാഷയുടെ ആവിഷ്കരണ രീതിക്ക് ഇണങ്ങുന്ന രീതിയിലും അല്ലെങ്കിൽ മട്ടിലും, ലക്ഷ്യഭാഷയുടെ ആവിഷ്കരണ രീതിക്ക് ഇണങ്ങുന്ന തരത്തിലും ലക്ഷ്യഭാഷയിൽ ആവിഷ്കരിക്കുന്നതിനുള്ള
ലക്ഷ്യഭാഷയിൽ ആവിഷ്കരിക്കുന്നതിനുള്ള പ്രയത്നമാണ് വിവർത്തനം. പ്രയത്നമാണ് വിവർത്തനം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മൂലഗ്രന്ഥകാരനോട് വിവർത്തകൻ വിശ്വാസ്യത പുലർത്തണം. കാരണം മൂലഗ്രന്ഥകാരൻ എഴുതിയ കാര്യം ലക്ഷ്യഭാഷയിലേക്ക് പോകുമ്പോൾ തെറ്റിദ്ധരിപ്പിക്കാൻ ഇടയാവരുത്. എന്താണോ മൂലഗ്രന്ഥകാരൻ ഉദ്ദേശിച്ചത് ആ കാര്യം തന്നെ പകർന്നു കൊടുക്കാൻ കഴിയണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ പറയുന്നത് ലക്ഷ്യഭാഷയുടെ ആവിഷ്കരണ രീതിക്ക് ഇണങ്ങുന്ന തരത്തിലായിരിക്കണം, അല്ലെങ്കിൽ അത് വളരെ കൃത്രിമമായി പോകും. വായനക്കാരനെ സംബന്ധിച്ച്, ലക്ഷ്യഭാഷയിലെ വായനക്കാരന് അത് വായിക്കുമ്പോൾ അരോചകമായിട്ട് തോന്നും. അപ്പോൾ ഭാഷയുടെ സ്വഭാവം, അതിൻ്റെ സ്വാഭാവികത നിലനിർത്തിക്കൊണ്ട് ലക്ഷ്യഭാഷയിൽ അതിനെ ആവിഷ്കരിക്കാൻ കഴിയണം. ഇതാണ് മറ്റൊരു കാര്യം. ഇനി ഓക്സ്ഫോർഡ് നിഘണ്ടു ഒരു നിർവചനം നൽകുന്നുണ്ട്. വിവർത്തനത്തിന് നൽകുന്ന നിർവചനം: ഒരു ഭാഷയിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറ്റുക എന്ന കൃത്യം അഥവാ പ്രക്രിയ, അതിൻ്റെ ഉൽപ്പന്നം, ഒരു വ്യത്യസ്ത ഭാഷയിലുള്ള പാഠം. ഇതൊക്കെയാണ് ഓക്സ്ഫോർഡ് ഡിക്ഷണറി വിവർത്തനത്തിന് നൽകുന്ന നിർവചനം. ഒരു ഭാഷയിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറ്റുക എന്ന കൃത്യം അഥവാ പ്രക്രിയ. ഒരു ഭാഷയിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറ്റുന്ന കൃത്യം അഥവാ പ്രക്രിയ, അതിന്റെ ഉൽപ്പന്നം, അതായത് ആ ചെയ്യുന്ന പ്രോസസ്സ്, അതിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട്. ഇത് രണ്ടും എന്താണോ ആ ചെയ്യുന്ന പ്രക്രിയ, അതുപോലെ നമ്മൾ സംസാരിക്കുമ്പോൾ മാത്രം ഓഡിയോ ഓൺ ചെയ്യാവല്ലേ. ഒരു വ്യത്യസ്ത കോമയിട്ടിട്ട് ഒരു വ്യത്യസ്ത പാഠം. മനസ്സിലായല്ലോ? ഒരു പുതിയ ടെക്സ്റ്റ് ആണ്. അപ്പൊ അന്ന് ഇതിനകത്ത് കയറിയാൽ മതി. ഓക്കെ, ഒരു വ്യത്യസ്ത ഭാഷയിലുള്ള പാഠം. ഇതൊക്കെയാണ് വിവർത്തനം എന്ന് ഓക്സ്ഫോർഡ് ഡിക്ഷണറി പറയുന്നത്. ഇനി പറയണോ അത്? വേണ്ട വേണ്ട. ഈ പാശ്ചാത്യ പണ്ഡിതന്മാര് പലരും വിവർത്തനത്തെ നിർവചിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു നിർവചനം സാമുവൽ ജോൺസന്റേതാണ്. സാമുവൽ ജോൺസൺ വളരെ എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്നത് ഏറ്റവും സുഗ്രഹവും അതുപോലെ തന്നെ പ്രായോഗികവുമായിട്ടുള്ള വിമർശനമാണ് സാമുവൽ ജോൺസന്റേത്. അദ്ദേഹം പറയുന്നത്, അർത്ഥം മുൻനിർത്തിക്കൊണ്ട് മറ്റൊരു ഭാഷയിലേക്ക് മാറ്റുന്നതാണ് വിവർത്തനം. അർത്ഥം മുൻനിർത്തിക്കൊണ്ട് മറ്റൊരു ഭാഷയിലേക്ക് മാറ്റുന്നതാണ് വിവർത്തനം. അവിടെ അർത്ഥത്തിനാണ് പ്രാധാന്യം. അർത്ഥം ആശയത്തിനാണ് പ്രാധാന്യം. അർത്ഥം മുൻനിർത്തിക്കൊണ്ട് മറ്റൊരു ഭാഷയിലേക്ക്. അപ്പൊ ഇവിടെ അർത്ഥത്തിന് പ്രാധാന്യമുണ്ട്, ആശയത്തിന് വലിയ മാറ്റങ്ങളൊന്നും വരാതെ മാറ്റണം, വിവർത്തനം ചെയ്യണം എന്നാണ് സാമുവൽ ജോൺസൺ പറയുന്നത്. വിവർത്തകൻ മൂലഗ്രന്ഥകാരനെ പോലെ ആയിത്തീരണമെന്നും അയാളെ അതിശയിക്കുകയല്ല വിവർത്തകന്റെ ജോലി അല്ലെങ്കിൽ കർത്തവ്യം എന്നും സാമുവൽ ജോൺസൺ പറയുന്നു. അപ്പോ വിവർത്തകൻ മൂലഗ്രന്ഥകാരനെ പോലെ ആയിത്തീരണം, അയാളെ അതിശയിക്കുകയല്ല, ഇയാൾ ചെയ്തതിനപ്പുറം ചെയ്യലൊന്നും അല്ല വിവർത്തകന്റെ ജോലി. എങ്ങനെ മൂലഗ്രന്ഥകാരന് എന്താണോ ഉദ്ദേശിച്ചത് ആ കാര്യം മറ്റുള്ളവർക്ക്, വായനക്കാരന്, ലക്ഷ്യഭാഷയിലെ വായനക്കാരനെ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് വിവർത്തകന്റെ കർത്തവ്യം. അല്ലാതെ ഇയാൾ പറഞ്ഞതിന്, മൂലഗ്രന്ഥകാരൻ പറഞ്ഞതിന്റെ അപ്പുറത്ത് കയറി വലിയ ആളാവാൻ ശ്രമിക്കുകയല്ല വിവർത്തകൻ ചെയ്യേണ്ടത്. അപ്പോ അർത്ഥം മുൻനിർത്തിക്കൊണ്ട് മറ്റൊരു ഭാഷയിലേക്ക് മാറ്റുന്നതാണ് വിവർത്തനം.
വിവർത്തകൻ മൂലഗ്രന്ഥകാരനെ പോലെ ആയി തീരണമെന്നും അയാളെ അതിശയിക്കുകയല്ല വിവർത്തകന്റെ ജോലി എന്നും സാമുവൽ ജോൺസൺ പറയുന്നു. ഇവിടെയും വിവർത്തകൻ വിശ്വാസ്യത പുലർത്തണം എന്നുള്ള അഭിപ്രായമാണ് നമ്മൾ കാണുന്നത്. മൂലഗ്രന്ഥകാരനെ പോലെ ആയിത്തീരണം. മൂലഗ്രന്ഥകാരനോട് വിശ്വാസ്യത പുലർത്തണം. മൂലഗ്രന്ഥകാരൻ എന്താണോ പറയാൻ ഉദ്ദേശിച്ചത്, നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അത് തന്നെ ആയിരിക്കണം ലക്ഷ്യഭാഷയിലേക്ക് വിവർത്തകൻ പകർന്നു കൊടുക്കേണ്ട ആശയം. പിന്നെ ഈ സാമുവൽ ജോൺസൺ കവിതാ വിവർത്തനത്തെ കുറിച്ച് പറയുന്ന സമയത്ത് കവിത വിവർത്തനക്ഷമമല്ല എന്നും പറയുന്നുണ്ട്. കവിതാ വിവർത്തനത്തിന്റെ പ്രശ്നങ്ങളെ കുറിച്ച് ചോദിക്കുമ്പോൾ നമുക്ക് പറയാം, സാമുവൽ ജോൺസൺ പറയുന്നത് കവിത വിവർത്തനക്ഷമമല്ല എന്നാണ്. കാരണം കവിതയ്ക്ക് മറ്റ് ഗദ്യത്തെ അപേക്ഷിച്ച്, കവിതയല്ല അല്ലാതെയുള്ള ഗദ്യത്തെ അപേക്ഷിച്ച് ഒരുപാട് സാങ്കേതികത്വമുണ്ട്, ഭാവന, അതുപോലെ തന്നെ എന്താണ് പ്രാസം, ഭാഷാപരമായിട്ട് നോക്കുകയാണെങ്കിൽ പ്രാസം, വൃത്തം, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത് കൂടാതെ പല പല അർത്ഥങ്ങൾ ഉണ്ടാവാം, ബഹുഅർത്ഥ സൂചകമായിട്ടുള്ള പദങ്ങളായിരിക്കാം, ധ്വനിതലങ്ങൾ ഉണ്ടാവാം കവിതയിൽ. ഇതെല്ലാം വിവർത്തനം ചെയ്യുക എന്ന് പറഞ്ഞാൽ മറ്റൊരു ഭാഷയിൽ ഇതിന് സമാനമായിട്ടുള്ള വാക്കുകളും വൃത്തവും അതുപോലെ തന്നെ പ്രാസങ്ങളും എല്ലാം കണ്ടെത്തുക എന്ന് പറയുന്നത് ഒരു കവിതാ വിവർത്തനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളി തന്നെയാണ്. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് കവിത വിവർത്തനക്ഷമമല്ല. ഇതും സാമുവൽ ജോൺസൺ പറയും. പിന്നെ ഹോറസിന്റെ അഭിപ്രായം. ഹോറസിനെ കുറിച്ച് നിങ്ങൾ പാശ്ചാത്യ സാഹിത്യ സിദ്ധാന്തങ്ങൾ പഠിച്ചിരുന്നോ? പാശ്ചാത്യ സാഹിത്യ സിദ്ധാന്തം നിങ്ങൾ പഠിച്ചിട്ടില്ല? പഠിച്ചിട്ടില്ല ടീച്ചറെ. പാശ്ചാത്യ സാഹിത്യ സിദ്ധാന്തം പഠിച്ചു, ഹോറസിനെ പഠിച്ചിട്ടില്ല. ഹോറസിന്റെ അഭിപ്രായത്തിൽ അതിൽ വരുന്ന ഒരാളാണ് ഹോറസ്. പക്ഷെ നിങ്ങൾക്ക് പിന്നെ എല്ലാവരെയും പഠിക്കാനില്ല. ഹോറസിന്റെ അഭിപ്രായം പദാനുപദ തർജ്ജമയേക്കാൾ സ്വതന്ത്ര തർജ്ജമയാണ് വേണ്ടത്. പദാനുപദ തർജ്ജമയേക്കാൾ സ്വതന്ത്ര തർജ്ജമയാണ് വേണ്ടത്. അഭിരാമവിവർത്തനം എന്ന് പറയുന്ന സംഭവമാണോ ടീച്ചറെ ഉദ്ദേശിക്കുന്നത്? അഭിരാമ വിവർത്തനം എന്ന് പറയുന്ന സംഭവമാണോ ഇവിടെ ഈ പറയുന്നത്? ഞാൻ പറഞ്ഞത് പദാനുപദമല്ല, സ്വതന്ത്ര വിവർത്തനം വേണമെന്ന്. സ്വതന്ത്ര വിവർത്തനം എഴുത്തച്ഛനൊക്കെ ചെയ്തില്ലേ? എഴുത്തച്ഛന്റെ അധ്യാത്മരാമായണം, കിളിപ്പാട്ടും അദ്ദേഹത്തിന്റെ കൃതികളൊക്കെ സ്വതന്ത്ര വിവർത്തനമാണ്. എഴുത്തുകാരന്റെ ചുവട് പിടിച്ച് ആശയം അതുപോലെ നിലനിർത്തിക്കൊണ്ട് തന്നെ കുറച്ചുകൂടെ സ്വാതന്ത്ര്യം വിവർത്തകന് ഉപയോഗിക്കാം. ലക്ഷ്യഭാഷയ്ക്ക് ഇണങ്ങുന്ന തരത്തിലും വായനക്കാരനെ മുന്നിൽ കണ്ടുകൊണ്ട് ചില മാറ്റങ്ങളൊക്കെ വരുത്തി സ്വതന്ത്രമായിട്ട് വിവർത്തനം ചെയ്യാം. ഒരു ചട്ടക്കൂടിനകത്ത് പിടിച്ച് കെട്ടിയിട്ട് ആണ് വിവർത്തനം ചെയ്തതെന്ന് തോന്നാത്ത തരത്തിൽ, കൃത്രിമത്വം അനുഭവപ്പെടാത്ത തരത്തിൽ വിവർത്തനം ചെയ്യാം. അതാണ് സ്വതന്ത്രം. പദാനുപദമാകുന്ന സമയത്ത് ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയാം. നമ്മള് ഈ ഇതില്ലേ, സ്വിച്ചിന് ഒരു ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പണ്ട് കുറെ പദങ്ങൾ, ശാസ്ത്ര സാങ്കേതിക പദങ്ങളുടെ വിവർത്തനം നടത്തി മലയാള ഭാഷയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു. അന്ന് പറഞ്ഞ ഒരു വലിയ തമാശ, അതിനെ കുറിച്ച് പിന്നീട് പറയുന്നൊരു തമാശയുണ്ട്. ഈ സ്വിച്ചിനൊരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്, വൈദ്യുത ഗമനാഗമന നിയന്ത്രണ യന്ത്രം. നമ്മൾ സ്വിച്ച് എന്ന് പറയോ, വൈദ്യുത ഗമനാഗമന നിയന്ത്രണ യന്ത്രം എന്ന് പറയോ? സ്വിച്ച് എന്ന് പറയും. അപ്പൊ ഈ ഒരുപാട് മനോഹരമായ പദങ്ങളുണ്ട് ഈ ഇതിനെയൊക്കെ സൂചിപ്പിക്കാൻ വേണ്ടി. കോളേജ്, കല്ലൂരി, അല്ലെ, അങ്ങനെയൊക്കെ കുറെ പദങ്ങളൊക്കെ ഉണ്ട്. അതേപോലെയുള്ള സുന്ദരമായ പദങ്ങൾ നമുക്ക് കണ്ടെത്താം. അല്ലാതെ ഈ പദാനുപദ വിവർത്തനത്തിന് ശ്രമിക്കുന്ന സമയത്ത് ഇത്തരം ഈ എന്താ നിർബന്ധ ബുദ്ധി കൊണ്ട് നമ്മൾ ചില പദങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ വളരെ കൃത്രിമമായി പോകും. അതാണ് പറഞ്ഞത്. അപ്പൊ പദാനുപദ തർജ്ജമ ആവാം ചില സന്ദർഭങ്ങളിൽ, അല്ലാതെ ഈ ഇതിന് ഒട്ടും ചേരാത്ത പദങ്ങൾ കണ്ടുപിടിച്ച് അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ അർത്ഥം തന്നെ മാറിപ്പോവും. അങ്ങനെ അർത്ഥം മാറിപ്പോകുന്ന തരത്തിലോ അല്ലെങ്കിൽ കേട്ടാൽ അരോചകമാകുന്ന തരത്തിലോ വിവർത്തനം ചെയ്യരുത് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. സ്വതന്ത്ര വിവർത്തനമാണ്. കുറച്ച് വിവർത്തകര് അവിടെ സ്വാതന്ത്ര്യം ഉപയോഗിക്കാം. അപ്പൊ വായനക്കാരന് ബോറടിക്കാതെയും അതുപോലെ തന്നെ ആശയം ഉൾക്കൊണ്ടും ആസ്വദിച്ചും കൃതി വായിക്കാം. വാറൻ മറ്റൊരാളാണ്. വാറൻ മറ്റൊരു സൈദ്ധാന്തികൻ വിവർത്തനത്തെ കുറിച്ച് പറഞ്ഞ. വാറന്റെ കാഴ്ചപ്പാടിൽ
നല്ല വിവർത്തനം സൂക്ഷ്മമാകുന്നതിലേറെ വിശ്വാസ്യമായിരിക്കുകയാണ് വേണ്ടത്. അപ്പൊ സൂക്ഷ്മമായ വിവർത്തനത്തെക്കാൾ വിശ്വാസ്യമായ വിവർത്തനമാണ് നല്ലത് എന്ന് വാറൻ പറയുന്നു. വാറൻ, നല്ല വിവർത്തനം സൂക്ഷ്മമായിരിക്കുന്നതിലേറെ വിശ്വാസ്യമായിരിക്കുകയാണ് വേണ്ടത്. ഇവിടെ വിവർത്തനത്തിന്റെ അല്ലെങ്കിൽ വിവർത്തകനോട്, മൂലഗ്രന്ഥകാരനോട് വിവർത്തകൻ പുലർത്തേണ്ട വിശ്വാസ്യതയ്ക്ക് ഊന്നൽ നൽകുന്നുണ്ട്. ഇതുപോലെ തന്നെ വിശ്വാസ്യതയ്ക്ക് ഊന്നൽ നൽകുന്ന മറ്റൊരു സൈദ്ധാന്തികനാണ് വില്യം കൂപ്പർ. വില്യം കൂപ്പർ വില്യം കൂപ്പർ ഒരാൾ അദ്ദേഹം പറയുന്നത് വിവർത്തനത്തിന്റെ കാതൽ വിശ്വസ്തതയാണ്. വിവർത്തനത്തിന്റെ കാതൽ വിശ്വസ്തതയാണ്. ഇക്കാര്യം ആ പദത്തിൽ തന്നെ അന്തർഭവിച്ചിരിക്കുന്നു. ഇക്കാര്യം ആ പദത്തിൽ തന്നെ അന്തർഭവിച്ചിരിക്കുന്നു. അതൊന്നും കൂടി പറയാമോ ടീച്ചർ? വിവർത്തനത്തിന്റെ കാതൽ വിശ്വസ്തതയാണ്. ഇതും വിശ്വാസ്യതയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ടുള്ള നിർവചനമാണ്. വിവർത്തനത്തിന്റെ കാതൽ വിശ്വസ്തതയാണ്. ഇക്കാര്യം ആ പദത്തിൽ തന്നെ അന്തർഭവിച്ചിരിക്കുന്നു. എഴുതി മാം. ഇനി എബ്രഹാം കൗലി. എബ്രഹാം കൗലി അദ്ദേഹത്തിന്റെ നിർവചനം: ഒരാൾ മൂലകൃതിയെ പദാനുപദം വിവർത്തനം ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ഒരു ഭ്രാന്തൻ മറ്റൊരു ഭ്രാന്തനെ പരിഭാഷപ്പെടുത്തുന്നതായിട്ടാണ് തോന്നുക. ഇതാണ് എബ്രഹാം കൗലിയുടെ നിർവചനം. ഒരാൾ ഒരു കൃതിയെ പദാനുപദം തർജ്ജമ ചെയ്യാൻ ശ്രമിച്ചാൽ ഒരു ഭ്രാന്തൻ മറ്റൊരു ഭ്രാന്തനെ അനുകരിക്കുന്നത് പോലെ അല്ലെങ്കിൽ പരിഭാഷപ്പെടുത്തുന്നത് പോലെയാണ് തോന്നുക. ഈ പദാനുപദ തർജ്ജമയ്ക്കുള്ള ഒരു പ്രശ്നം അതാണ്. പദാനുപദ അതേപോലെ തന്നെ അതിന് പദം ഉണ്ടാവണം, അതിന് സമാനമായ വാക്ക് വേണം. പക്ഷെ അതിന് ചേരാത്തതാണെങ്കിൽ, ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ കൃത്രിമത്വമുള്ള പല പദങ്ങളും വിവർത്തനത്തിൽ കൊണ്ടുവരുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് പദാനുപദം പരിഭാഷപ്പെടുത്താൻ ശ്രമിക്കുകയാണെങ്കിൽ ഒരു ഭ്രാന്തൻ മറ്റൊരു ഭ്രാന്തനെ പരിഭാഷപ്പെടുത്തുന്നത് പോലെ തോന്നും എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ശാസ്ത്ര സാങ്കേതിക വിവർത്തനത്തിൽ എന്നാൽ പദാനുപദ തർജ്ജമ നമുക്ക് പരമാവധി ഉപയോഗിക്കാം. എന്നാൽ ഈ സാഹിത്യ പരിഭാഷയെ കുറിച്ചാണ് ഇവരൊക്കെയും പറയുന്നത്. അപ്പൊ ഈ സാഹിത്യ പരിഭാഷയിലെ പദാനുപദ തർജ്ജമ പലപ്പോഴും അരോചകമായിട്ട് വന്നേക്കാം. ആ ആശയം മനസ്സിലാക്കി അതിന് സമാനമായിട്ട് ലക്ഷ്യഭാഷയ്ക്ക് ദഹിക്കുന്ന തരത്തിൽ ഉള്ള നല്ല സുന്ദരമായ പദങ്ങള്, അതിന് സമാനമായ പദങ്ങള്, എന്നാൽ മറ്റുള്ളവർക്ക് മനസ്സിലാവുന്ന പദങ്ങള് തിരഞ്ഞെടുത്ത് വിവർത്തനം ചെയ്താൽ അരോചകമാവില്ല. അപ്പോൾ ഈ സാഹിത്യ വിവർത്തനത്തെ കുറിച്ചാണ് ഇവരൊക്കെയും പറയുന്നത്. അപ്പോൾ ഓരോ വിവർത്തനവും സ്വതന്ത്രമായ ഒരു രചനയായിരിക്കണം എന്ന് മറ്റൊരു കൂട്ടർ വാദിക്കുന്നുണ്ട്. അതിന് തനതായ ആസ്വാദ്യത വേണം. ഒരു സ്വതന്ത്ര കൃതി പോലെ തന്നെ വേണം ഒരു വിവർത്തനം വായിക്കുമ്പോൾ തോന്നേണ്ടത്. അല്ലെങ്കിൽ വളരെ കൃത്രിമമായിട്ട് തോന്നും. അപ്പോൾ അതുകൊണ്ട് ഓരോ വിവർത്തനവും ഓരോ സ്വതന്ത്ര രചനയായിരിക്കണമെന്നും അതിന് തനതായ ആസ്വാദ്യത ഉണ്ടാവണമെന്നുമാണ് മറ്റൊരു കൂട്ടരുടെ വാദം. അവിടെ വിശ്വാസ്യത 100% പുലർത്തേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ കൃത്രിമത്വം വരും. അപ്പൊ അതുകൊണ്ട് സ്വതന്ത്രമായ ഒരു കൃതി പോലെ തോന്നണം.
ലക്ഷ്യഭാഷയ്ക്ക് അനുകൂലമായ തരത്തിൽ അതിന്റെ സാഹചര്യങ്ങളുമായിട്ട് ഇണങ്ങുന്ന തരത്തിലായിരിക്കണം കൃതി ഉണ്ടാവേണ്ടതെന്ന് ഒരു കൂട്ടർ വാദിക്കുന്നു. ക്രോച്ചി പറയുന്ന വളരെ രസകരമായ ഒരു അഭിപ്രായമുണ്ട് വിവർത്തനത്തെ കുറിച്ച്. വിശ്വസ്തതയുള്ള വൈരൂപ്യവും വിശ്വസ്തത ഇല്ലാത്ത സൗന്ദര്യവും പഴമൊഴി പോലെ പ്രസിദ്ധമാണ് എന്ന് ക്രോച്ചി പറയുന്നു. വിശ്വസ്തതയുള്ള വൈരൂപ്യവും വിശ്വസ്തതയില്ലാത്ത സൗന്ദര്യവും. വിശ്വസ്തതയുണ്ടെങ്കിലും വിരൂപമാണെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടില്ല. അതുപോലെ തന്നെ സുന്ദരമാണെങ്കിലും വിശ്വസ്തതയില്ലാത്തതാണെങ്കിൽ അതും നമുക്ക് പറ്റിയതല്ല. അപ്പൊ ഇതാണ് പറഞ്ഞത്, ഇത് രണ്ടും പഴമൊഴി പോലെ പ്രസിദ്ധമാണ്. ഇതാണ് ക്രോച്ചെ പറയുന്നത്. ഒരിക്കൽ കൂടെ പറയാമോ? ഒരിക്കൽ കൂടെ. വിശ്വസ്തതയുള്ള വൈരൂപ്യവും വിശ്വസ്തത ഇല്ലാത്ത സൗന്ദര്യവും. പഴമൊഴി പോലെ പ്രസിദ്ധമാണ്. പഴമൊഴി പോലെ പ്രസിദ്ധമാണ്. ഇവിടെ ക്രോച്ചെ ഉദ്ദേശിക്കുന്നത് ഓരോ കൃതിയും സ്വതന്ത്ര രചന പോലെ തോന്നണമെന്നും വായനക്കാരന് ആസ്വാദ്യമായിട്ട് അനുഭവപ്പെടണമെന്നുള്ളത് തന്നെയാണ്. കൃത്രിമമായിരിക്കരുത്, അതാണ് പറഞ്ഞത്. കൃത്രിമമായിരിക്കരുത്. അതുപോലെ തന്നെ വിശ്വസ്തതയില്ലാത്ത സൗന്ദര്യം എന്ന് പറയുമ്പോൾ മൂലകൃതിയോട് വിശ്വാസ്യത പുലർത്തുകയും വേണം. എന്നാൽ കൃത്രിമമായ തരത്തിൽ പദാനുപദ തർജ്ജമ ചെയ്ത് വരച്ച വരയിലൂടെയുള്ള നിർവചനം എന്തിന് പറ്റില്ല? സാഹിത്യ വിവർത്തനത്തിന് പറ്റില്ല. അതാണ് ഉദ്ദേശിക്കുന്നത്. വിശ്വാസ്യതയും വേണം, അതുപോലെ തന്നെ ലക്ഷ്യഭാഷയ്ക്ക് ഇണങ്ങുന്ന തരത്തിലുമായിരിക്കണം. ഇനി ഈ വിവർത്തനം എന്ന് പറയുന്നത് തന്നെ ഒരു രണ്ടാം കിട പ്രവർത്തനമാണെന്നും വിവർത്തകര് മോശക്കാരാണെന്നും ഒക്കെ വാദിക്കുന്ന ഒരു കൂട്ടരുണ്ട്. വിവർത്തനം എന്ന് പറയുന്നത് വിവർത്തനം നടക്കുന്ന ഒരു കാര്യമേ അല്ല, അത് പ്രായോഗികമല്ല എന്ന് പറയുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഹാരി ഡി ഫോറസ്റ്റ് സ്മിത്ത് അദ്ദേഹത്തിന്റെ അഭിപ്രായം സാഹിത്യകൃതിയുടെ വിവർത്തനം പുഴുങ്ങിയ സ്ട്രോബെറി പഴം പോലെ അരോചകമാണ്. സ്ട്രോബെറി പഴം പച്ചയ്ക്ക് തിന്നാൻ നല്ലതാണ്, പക്ഷെ അത് പുഴുങ്ങി കഴിയുമ്പോൾ അതിന്റെ ഗുണവും മണവും എല്ലാം നഷ്ടപ്പെട്ടു. അതുപോലെയാണ് സാഹിത്യകൃതിയുടെ വിവർത്തനമെന്ന് ഹാരി ഡി ഫോറസ്റ്റ് സ്മിത്ത് പറയും. ഹാരി ഡി ഫോറസ്റ്റ് സ്മിത്ത് സാഹിത്യകൃതിയുടെ വിവർത്തനം പുഴുങ്ങിയ സ്ട്രോബെറി പഴം പോലെ അരോചകമാണ്. പദ്യവിവർത്തനത്തെ കുറിച്ച് സാമുൽ ജോൺസൺ പറഞ്ഞല്ലോ, കവിത വിവർത്തനക്ഷമമല്ല സർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വിക്ടർ ഹ്യൂഗോ പറയുന്നുണ്ട്, പദ്യവിവർത്തനം അസംബന്ധവും അസംഭാവ്യവുമാണ്. പദ്യവിവർത്തനത്തിന് നിങ്ങൾ പോകരുത്, അത് അസംബന്ധവും അസംഭാവ്യവും ചെയ്യാൻ പാടില്ലാത്തതാണ്, സംഭവിക്കാത്തതാണ്. കവിതയെക്കുറിച്ചാണ് ഈ പദ്യം എന്നോട് ഉദ്ദേശിക്കുന്നത്, കവിതയെക്കുറിച്ചാണ്. പദ്യവിവർത്തനം അസംബന്ധവും അസംഭാവ്യവുമാണെന്ന് വിക്ടർ ഹ്യൂഗോ പറയുന്നു. അടുത്തത് ഫിറ്റ്സ് ജെറാൾഡ്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ സ്റ്റഫ് ചെയ്ത് നിർമ്മിച്ച കഴുകനേക്കാൾ ജീവനുള്ള കുരുവിയാണ് ഭേദം. സ്റ്റഫ് ചെയ്ത് നമ്മൾ വലിയൊരു കഴുകനെ ഉണ്ടാക്കിയിട്ടൊന്നും കാര്യമില്ല. ജീവനുള്ള ഒരു ചെറിയ കുരുവിയാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത്. അപ്പൊ ആ ജീവൻ, അതാണ് ഉദ്ദേശിക്കുന്നത്. കൃതി പരിഭാഷപ്പെടുത്തുമ്പോൾ, വിവർത്തനം ചെയ്യുമ്പോൾ ആ കൃതിയുടെ ജീവൻ നഷ്ടപ്പെടരുത്. അതായത് നിങ്ങൾ ഒരുപാടൊന്നും വലിച്ചു വാരി നിറയ്ക്കണ്ട.
പക്ഷെ അതിന്റെ സത്ത, ആ കൃതിയുടെ സത്ത ലക്ഷ്യഭാഷയിലേക്ക് പകർന്നു കൊടുക്കാൻ പറ്റണം. അതാണ് ഈ ഫിറ്റ്സ്ജെറാൾഡിന്റെ അഭിപ്രായം. സ്റ്റഫ് ചെയ്ത് നിർമ്മിച്ച കഴുകനേക്കാൾ ജീവനുള്ള കുരുവിയാണ് ഭേദം. ഓക്കെ മാം, എഴുതി. ജീവനുള്ള കുരുവിയാണ് ഭേദം. ഫിറ്റ്സ്ജെറാൾഡ്. ഓക്കെ, ഇനി നമുക്ക് ഇതെല്ലാം, ഈ നിർവചനങ്ങളെല്ലാം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. സാഹിത്യകൃതിയുടെ ജീവൻ അല്ലെങ്കിൽ അതിന്റെ ഒരു സത്ത നഷ്ടപ്പെടാതെ വേണം ലക്ഷ്യഭാഷയിലേക്ക് വിവർത്തനം ചെയ്യാൻ. ലക്ഷ്യഭാഷയുടെ ആവിഷ്കരണ ലക്ഷ്യഭാഷയെ അല്ല മാം. അല്ല, കലയാണോ? അതെ മാം, കലയാണ്. കലയാണ്. ശാസ്ത്രമാണ് പറയാം പിന്നീട്. കലയാണോ? കലയാണ്. കലയാണെന്ന് എല്ലാവരും കലയാണ്. അംഗീകരിക്കുന്നുണ്ട്. എന്ത് കലയ്ക്ക് വേണ്ട ഒരു സവിശേഷത എന്താണ്? ഓരോ കലാകാരനും ആസ്വാദ്യമായിരിക്കണം. കലാകാരന് ഒരു മനോധർമ്മം ഉണ്ടാവണം, അല്ലെ? കലാകാരന്റെ മനോധർമ്മ വിലാസം കൊണ്ടാണ് ഒരു കലാകാരൻ മറ്റൊരാളിൽ വ്യത്യസ്തനാകുന്നത്. അപ്പൊ ഈ വിവർത്തനത്തിലും ഇതുപോലെ തന്നെ ആ മനോധർമ്മം, വിവർത്തനത്തിന്റെ ഒരു മനോധർമ്മവും കൂടെ വേണം. ഇപ്പൊ നിങ്ങളെ 2 പേരെ അല്ലെങ്കിൽ ഒരു 5 പേരെ വിളിച്ചിരുത്തി ഒരു കവിതയോ നോവലോ കഥയോ വിവർത്തനം ചെയ്യാൻ എത്തിയാൽ അത് പലതും പലതരത്തിലായിരിക്കും, ഓരോരുത്തരും ഓരോ തരത്തിലായിരിക്കും. നമ്മുടെ മനോധർമ്മമാണ് ഏത് വാക്ക് തിരഞ്ഞെടുക്കണം, ഇവിടെ ഒരു പ്രത്യേക സന്ദർഭത്തിൽ അത് എന്തുപയോഗിക്കണം, ഏത് വാക്ക്, സമാന പദം തിരഞ്ഞെടുക്കുമ്പോൾ പോലും നമ്മുടെ ഒരു മനോധർമ്മം അതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം അതാണ് ആ ഒരു മനോധർമ്മം. മോഹൻലാലൊക്കെ തന്നെ സിനിമയിൽ അഭിനയിക്കുമ്പോൾ പറയും ചില കാര്യങ്ങൾ, മോഹൻലാലും മമ്മൂട്ടി ഇവരൊക്കെ നല്ല അറിയപ്പെടുന്ന കലാകാരന്മാരൊക്കെ അഭിനയിക്കുമ്പോൾ പറയും ഇവിടെ സംവിധായകൻ പറഞ്ഞതല്ലാതെ ചില കാര്യങ്ങൾ അവർ ചെയ്യും ആ സമയത്ത്. അതാണ് മനോധർമ്മം. ജഗദീഷ് ശ്രീകുമാറിനെ പറ്റിയും ഇങ്ങനെ ഈ ഹാസ്യ കലാകാരന്മാരെ പറ്റിയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ മനോധർമ്മമാണ് അവരുടെ വിജയം. അപ്പൊ ഈ മനോധർമ്മമാണ് കല. വിവർത്തനത്തിലും ഈ മനോധർമ്മം ആവശ്യമാണ്. ഒരു സമാന പദം തിരഞ്ഞെടുക്കുമ്പോൾ പോലും ഈ മനോധർമ്മം വളരെ അനിവാര്യമാണ്. അതുപോലെ തന്നെ കവിതാ വിവർത്തനത്തിലും ഒക്കെ വളരെ അത്യാവശ്യമുള്ളതാണ് മനോധർമ്മം. അപ്പൊ ഈ കലയാണെന്ന് പറയാൻ കാരണം കലയ്ക്ക് മനോധർമ്മം ആവശ്യമാണ്. സാഹിത്യകൃതികളുടെ വിവർത്തനത്തിൽ മനോധർമ്മം ആവശ്യമാണ്. എന്നാൽ ശാസ്ത്ര സാങ്കേതിക കൃതികളുടെ കാര്യത്തിൽ നമുക്ക് മനോധർമ്മം വലുതായിട്ട് വേണമെന്നൊന്നുമില്ല. എങ്കിലും ചില വാക്കുകളൊക്കെ നമ്മൾ സ്വിച്ചിനെ കുറിച്ച് പറഞ്ഞു. സ്വിച്ച് അത് മനോധർമ്മത്തിന്റെ കുറവ് കൊണ്ടാണ് ആ വാക്ക് അങ്ങനെ ആയിപ്പോയത്. ഒരു മനോധർമ്മ വിലാസമുള്ള ഒരു വിവർത്തകനായിരുന്നെങ്കിൽ ഒരു പക്ഷേ കുറച്ചുകൂടെ നല്ലൊരു വാക്ക് അതിന് കണ്ടെത്താൻ കഴിയുമായിരുന്നു. അപ്പം അതാണ് മനോധർമ്മം. അപ്പം സാഹിത്യകൃതിയുടെ വിവർത്തനത്തിൽ മനോധർമ്മം ആവശ്യമാണ്, ഒഴിച്ചുകൂടാനാവാത്തതാണ്.
അതുകൊണ്ടാണ് ഒന്നിലധികം വിവർത്തകരുടെ വിവർത്തന സമയത്ത് അത് വ്യത്യസ്തമാകുന്നതും ഈ മനോധർമ്മത്തിലുള്ള വ്യത്യാസം കൊണ്ടാണ്. പ്രതിഭ കൂടിയ ഒരു വിവർത്തകന്റെ വിവർത്തനം കൂടുതൽ മനോധർമ്മ വിലാസമുള്ളതായിരിക്കും. അതുകൊണ്ട് തന്നെ വിജ്ഞാനമാണെങ്കിലും അത് കലയാണ് എന്ന് നമുക്ക് പറയാം. അപ്പൊ ഈ മനോധർമ്മം അടിസ്ഥാനമാക്കി വിവർത്തകന്റെ മനോധർമ്മം അടിസ്ഥാനമാക്കി വിവർത്തനത്തിൽ വ്യത്യാസം വരുന്നു. പ്രതിഭ കൂടിയ ഒരു കലാകാരന്റെ വിവർത്തനത്തിന് കൂടുതൽ കലാപരതയുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ വിവർത്തനം കലയാണെന്ന് നമുക്ക് പറയാം. ക്രാഫ്റ്റ് അല്ലെങ്കിൽ കരവിരുദ്ധ വിവർത്തനത്തിന് ആവശ്യമുണ്ടോ? തീർച്ചയായിട്ടും. നമ്മള് ഈ പൗരസ്ത്യ കാവ്യ മീമാംസയൊക്കെ പഠിച്ചപ്പോ നിങ്ങള് പൗരസ്ത്യ മീമാംസ പഠിച്ചില്ലേ നമ്മള് കഴിഞ്ഞ സെമില്? കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചല്ലോ. ഈ അഭ്യാസം അല്ലെ, ഒരു നല്ല ഒരു എഴുത്തുകാരന് പ്രതിഭ വേണം, കവിക്ക് പ്രതിഭ വേണം, വ്യുത്പത്തിയും വേണം, അതുപോലെ തന്നെ വിജ്ഞാനം വേണം, പ്രതിഭ വേണം, അതുപോലെ തന്നെ നല്ല കേടുപാടുകൾ ഇല്ലാതെ അതിനെല്ലാം മാറ്റി പെർഫെക്ഷൻ അല്ലെ, പരിപൂർണതയിലേക്ക് അയാൾ എന്ത് ചെയ്യണം? അഭ്യാസത്തിലൂടെ ഒരു പെർഫെക്ഷനിലേക്ക് പരിപൂർണതയിലേക്ക് എത്താൻ പറ്റുന്ന കാര്യമാണ്. കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ടോ? ഇല്ല. ഇപ്പൊ കേൾക്കാം. കേൾക്കുന്നുണ്ടോന്ന് ചോദിച്ചത് കേൾക്കാം. ആണോ? ഇപ്പൊ വന്നോ? സൗണ്ട് വന്നോ? വന്നു. റേഞ്ചിന്റെ പ്രശ്നം ഇല്ലായിരുന്നു. അപ്പൊ ഈ കൗശലമാണെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. വിവർത്തനം ചെയ്ത് നമ്മളിപ്പോ ആദ്യം നമുക്ക് പ്രായോഗികം ചെയ്യാനുണ്ട്. വിവർത്തനത്തിലെ കുറച്ച് പ്രായോഗികമായിട്ടുള്ള പരിശീലനമുണ്ട്. അപ്പൊ ഈ ആദ്യം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു പാരഗ്രാഫ് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ വളരെ ബലം പിടിച്ചൊക്കെ ആയിരിക്കും അത് ചെയ്യുന്നത്. പക്ഷെ പിന്നെ കുറെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ഒന്നും നോക്കൂല, കണ്ണു അടച്ച് അതുകൊണ്ട് വായിക്കുന്നു, അതിന്റെ വിവർത്തനം കണ്ണു അടച്ചങ്ങ് ചെയ്യും. ഇതിന്റെ കാരണം എന്താ? നമ്മൾ ചെയ്ത് പരിശീലനത്തിലൂടെ നമുക്ക് നല്ല ഒരു വിവർത്തകനോ വിവർത്തകയോ ആവാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഒരു ക്രാഫ്റ്റ് അല്ലെങ്കിൽ കൗശലമാണെന്ന് പറയാം. ക്രാഫ്റ്റുകളൊക്കെ അങ്ങനെയാണല്ലോ, ചെയ്തല്ലേ അതിനകത്ത് പെർഫെക്ഷൻ വരുന്നത്. പൂർണ്ണതയിലേക്ക് നമ്മൾ ചെയ്ത് പരിശീലനം ആവശ്യമാണ്. അപ്പൊ ഈ പരിശീലനത്തിലൂടെ നല്ല മനോധർമ്മമുള്ള ഒരാളെ പരിശീലനത്തിലൂടെ നല്ലൊരു വിവർത്തകനാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ വിവർത്തനം കൗശലം അല്ലെങ്കിൽ ക്രാഫ്റ്റ് ആണെന്ന് പറയാം. ഇനി വിവർത്തനം ശാസ്ത്രമാണോ അല്ല എന്ന് നിങ്ങൾ ആദ്യം പറഞ്ഞതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ചാടി അങ്ങ് പോയതാണ്. പക്ഷേ വിവർത്തനം ശാസ്ത്രമാണ്, തീർച്ചയായും ശാസ്ത്രമാണ് വിവർത്തനം. എന്തുകൊണ്ടാണ് വിവർത്തനത്തെ ശാസ്ത്രം എന്ന് പറയുന്നത്? ചില ശാസ്ത്രീയ ഘടകങ്ങൾ വിവർത്തനത്തിൽ നിലനിൽക്കുന്നുണ്ട്. എന്താണത്? ശാസ്ത്രത്തിന്റെ സ്വഭാവം എന്താ? പരമ്പരാഗത വിശ്വാസങ്ങളെ അതേപടി നിലനിർത്തുന്നതാണോ ശാസ്ത്രം? അല്ല. പരമ്പരാഗത വിശ്വാസങ്ങളെ അതേപടി നിലനിർത്തുന്നതല്ല ശാസ്ത്രം. അത് തന്നെയാണ്. അതേപോലെ തന്നെ വിവർത്തനത്തിലും ഈ കാലം മാറുന്നതനുസരിച്ച് വിവർത്തനത്തെ കുറിച്ചുള്ള മാറ്റങ്ങൾക്ക് വിധേയമാണല്ലോ. അതെ. കാലഘട്ടം മാറുന്നതനുസരിച്ച് മാറും. കാരണം നമ്മൾ പണ്ട് വിവർത്തനം എന്ന് പറയുമ്പോൾ ഈ ഗ്രന്ഥങ്ങളുടെ വിവർത്തനം, ആശയങ്ങളുടെ വിവർത്തനം, ഇതൊക്കെ മാത്രമായിരുന്നു വിവർത്തനമായിട്ട് നമ്മൾ കണ്ടിരുന്നത്. പക്ഷെ ഇപ്പോ ഒരു നോവല് സിനിമയാകുന്നതിനെ നമ്മൾ വിവർത്തനമായിട്ടാണ്, പുതിയ കാഴ്ചപ്പാട് അങ്ങനെയാണ്. നോവല് സിനിമയാക്കി കഴിഞ്ഞാൽ അതും വിവർത്തനമാണ്. ഇപ്പോൾ ഡബിങ് വിവർത്തനമാണ്. ഇങ്ങനെ നമ്മൾ വിവർത്തനത്തെ പുതിയ കാര്യം, മറ്റു പല കാര്യങ്ങളെയും വിവർത്തനത്തിലേക്ക് കൊണ്ടുവന്നു. അപ്പൊ നമുക്ക് വിവർത്തനത്തെ കുറിച്ച് ആദ്യം ഉണ്ടായിരുന്ന കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ ഒരു ഭാഷയിൽ നിന്ന് മറ്റൊരു ഭാഷയിലേക്ക് മാറ്റി വരച്ചു വെച്ചിട്ടുണ്ട്. കുറച്ച് തോന്നിക്കൽ ആശയസ്മാരകത്തിൽ പോയി വിവർത്തനമാണ്. അപ്പൊ അത് ഇപ്പോഴത്തെ കാഴ്ചപ്പാട് അനുസരിച്ച് അത് വിവർത്തനമാണ്. പക്ഷെ പണ്ട് ഇത് വിവർത്തനമാണെന്ന് പറഞ്ഞാൽ ആൾക്കാർ നമ്മളെ അടിക്കും. അപ്പൊ അതാണ് ഈ കാലഘട്ടത്തിനനുസരിച്ച് വിവർത്തനത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ മാറ്റം വരുന്നു. ശാസ്ത്രത്തിനും അങ്ങനെ തന്നെയല്ലേ? പണ്ടൊരു കാലത്ത് ഭൂമി വരുന്നതായിരുന്നു എന്ന് വിശ്വസിച്ചു, പിന്നീട് അത് മാറി, പിന്നെ അങ്ങനെയല്ല എന്ന് തെളിയിച്ചപ്പോൾ അത് മാറി. അതുപോലെയാണ് കാലഘട്ടത്തിനനുസരിച്ച് വിവർത്തനത്തിലും
മാറ്റം വരും. അതുകൊണ്ട് തന്നെ ശാസ്ത്രത്തിന്റെ ഒരു സ്വഭാവമാണ് ഇങ്ങനെ പരമ്പരാഗത വിശ്വാസങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത്. അത് ഇതിന് ഈ വിവർത്തനത്തിന് ബാധകമാണ്. അപ്പൊ അതുകൊണ്ട് ഒരു കാരണം അതാണ്. എഴുതണമെങ്കിൽ എഴുതി പോവാം കേട്ടോ. പിന്നെ ശാസ്ത്രത്തിന്റെ ഒരു പ്രത്യേകത എന്താ? വസ്തുതകള് അല്ലെ, ഒബ്ജക്റ്റീവ് ആയിരിക്കണം കാര്യങ്ങള്. വസ്തുതകള് അതുപോലെ തന്നെ വസ്തുനിഷ്ഠമായിരിക്കണം. വസ്തുനിഷ്ഠതയ്ക്കും പ്രാധാന്യമുണ്ട്. ഡേറ്റ കറക്റ്റ് ആയിട്ടുള്ള ഡേറ്റ ആയിരിക്കണം, അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ് ആയിരിക്കണം. ഈ രണ്ട് കാര്യങ്ങളും ശാസ്ത്രത്തിന് അനിവാര്യമാണ്. വസ്തുത അതുപോലെ തന്നെ വസ്തുനിഷ്ഠത, ഇതിന് രണ്ടിനും ശാസ്ത്രം പ്രാധാന്യം നൽകുന്നുണ്ട്. നമ്മുടെ വിവർത്തനത്തിലും ശാസ്ത്ര സാങ്കേതിക വിവർത്തനങ്ങള്, സാമൂഹ്യ ശാസ്ത്രം അല്ലെ, ശാസ്ത്ര സാങ്കേതിക വിവർത്തനത്തിൽ നമുക്ക് ഇതൊക്കെ നോക്കി മാത്രമേ വിവർത്തനം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഗണിതശാസ്ത്രം അതുപോലെ തന്നെ സാമൂഹ്യ ശാസ്ത്രം, ശാസ്ത്രത്തിന്റെ മനഃശാസ്ത്രം, ഇങ്ങനെയുള്ള പല ശാസ്ത്ര മേഖലകളും നമുക്ക് വിവർത്തനത്തിൽ ഉപയോഗിക്കേണ്ടി വരുന്നുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് സാങ്കേതിക പദങ്ങള് ഇതിലെല്ലാത്തിലും നമുക്ക് വസ്തുനിഷ്ഠതയും വസ്തുതകളും മാറ്റിക്കൊണ്ട് വിവർത്തനം ചെയ്യാൻ ആവില്ല. അപ്പൊ വസ്തുത വസ്തുനിഷ്ഠത ഈ രണ്ട് കാര്യങ്ങൾക്കും ശാസ്ത്രത്തിൽ പ്രാധാന്യമുണ്ട്. ഈ ശാസ്ത്ര സാങ്കേതിക പദങ്ങളുടെയും വിഷയങ്ങളുടെയും വിവർത്തനത്തിനും ഈ വസ്തുതയും വസ്തുനിഷ്ഠതയ്ക്കും പ്രാധാന്യം നൽകേണ്ടതുണ്ട്. അപ്പൊ അതാണ് രണ്ടാമത്തെ കാര്യം. പിന്നെ ശാസ്ത്ര തത്വങ്ങൾ യുക്തിക്കും ബുദ്ധിക്കും നിരക്കുന്നതായിരിക്കണം അല്ലെ. ബുദ്ധി യുക്തി ഈ രണ്ട് കാര്യങ്ങൾക്കാണ് ശാസ്ത്ര തത്വങ്ങൾ എപ്പോഴും പ്രാധാന്യം കൊടുക്കുന്നത്. ഇവിടെ വിവർത്തനത്തിൽ ഈ യുക്തിയും ബുദ്ധിയും ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. യുക്തിയും ബുദ്ധിയും ഇല്ലാതെ വിവർത്തനം ചെയ്തു കഴിഞ്ഞാൽ എന്താണ്? ഒരു ഭ്രാന്തൻ വേറൊരു ഭ്രാന്തനെ അനുകരിക്കുന്നത് പോലെ അല്ലെ, അല്ലെങ്കിൽ വിവർത്തനം ചെയ്യുന്ന പോലെ എന്ന് എബ്രഹാം കോലി പറഞ്ഞു. അതുകൊണ്ടല്ലേ യുക്തിയും ബുദ്ധിയും ഇല്ലാതെ വിവർത്തനം ചെയ്യുന്നതിനെ കുറിച്ചാണ്. അപ്പൊ തീർച്ചയായിട്ടും വിവർത്തനത്തിൽ യുക്തിക്കും ബുദ്ധിക്കും പ്രാധാന്യമുണ്ട്. ഇത് ശാസ്ത്രത്തിന് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. അപ്പൊ ശാസ്ത്രത്തിന്റെ ഒരു സ്വഭാവം വിവർത്തനത്തിൽ വീണ്ടും വരുന്നു. ഇതുകൊണ്ടാണ് ശാസ്ത്രമാണ് വിവർത്തനം എന്ന് നമ്മൾ പറയുന്നത്. പിന്നെ ശാസ്ത്രത്തിന് ഒരു സൈദ്ധാന്തിക അടിത്തറ ഉണ്ടായിരിക്കും അല്ലെ. വെറുതെ അങ്ങ് വിശ്വസിക്കത്തില്ല. നമ്മൾ പോയിട്ട് നമ്മളൊരു കാര്യം, ഇപ്പൊ തന്നെ ഈ കൊറോണ വന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മൾ മാസ്കുകളെ കുറിച്ച് പലതരത്തിൽ പറയുന്നുണ്ട്, സാനിറ്റൈസറിനെ കുറിച്ച് പറയുന്നുണ്ട്. ചൂട് കൂടിയ സ്ഥലത്ത് ഈ കൊറോണയ്ക്ക് ജീവിക്കാൻ പറ്റില്ല, കോവിഡ് അങ്ങ് ചത്തുപോകുന്നു പറയുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ ഇങ്ങനെ പറയുമ്പോഴും, അതുപോലെ തന്നെ മലേറിയയുടെ മരുന്ന് ഉപയോഗിക്കാന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇതൊന്നും എല്ലാം തെളിയിക്കപ്പെട്ടിട്ടില്ല. കുറച്ച് കാര്യങ്ങൾ തെളിയിക്കപ്പെട്ടതും കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ഊഹാപോഹങ്ങളും മാത്രമാണ്. അപ്പൊ ഈ ഊഹാപോഹങ്ങളെ ഒരിക്കലും ശാസ്ത്രം അംഗീകരിക്കുന്നില്ല. ശാസ്ത്രത്തിന് എപ്പോഴും വേണ്ടത് സൈദ്ധാന്തികമായിട്ടുള്ള തെളിവുകൾ വേണം. അപ്പൊ ഈ തെളിവുകൾ, ഒരു അടിത്തറ വേണം. ഇത് എന്തൊരു വേണം? വിവർത്തനത്തിനും ഇങ്ങനെ ചില സിദ്ധാന്തങ്ങൾ, അടിസ്ഥാനപരമായ ചില സിദ്ധാന്തങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ. നിർവചനങ്ങളിലൊക്കെ തന്നെ ചില കാര്യകാരണ സഹിതമാണ് വിവർത്തനത്തെ കുറിച്ച് പറയുന്നത് അല്ലെ. എന്താണ് വിവർത്തനം എന്നുള്ള നിർവചനത്തിൽ തന്നെ കാര്യകാരണ സഹിതമാണ് പറയുന്നത്. വിവർത്തനം എങ്ങനെയായിരിക്കണം, ഇങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇതാണ് സൈദ്ധാന്തികമായ ചില അടിത്തറകൾ വിവർത്തനത്തിനും ഉണ്ട്. തോന്നിയതുപോലെ വിവർത്തനം ചെയ്യാം എന്നാരും പറയുന്നില്ല. അപ്പൊ ഈ ശാസ്ത്രത്തിൻ്റെത് പോലെ തന്നെ വിവർത്തനത്തിനും ചില സൈദ്ധാന്തികമായ അടിത്തറകളുണ്ട്. കാറ്റ്ഫോർഡ്, നൈഡ തുടങ്ങി ഇപ്പൊ നമ്മൾ പറഞ്ഞ എബ്രഹാം കൗലി അതുപോലെ തന്നെയുള്ള ഓരോരുത്തരുടെയും നിർവചനങ്ങൾ ഈ വിവർത്തനത്തെ കുറിച്ച് പറയുന്നത് ശാസ്ത്രീയമായിട്ടാണ്, സൈദ്ധാന്തികമായിട്ടാണ്. അതുപോലെ തന്നെ പിന്നെ മറ്റൊരു കാര്യം, ശാസ്ത്രം നമ്മൾ പരമ്പരാഗത വിശ്വാസങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു, പരമ്പരാഗത വിശ്വാസങ്ങളെ അതേപടി പിന്തുടരുന്നില്ല എന്നുള്ളതാണ് ശാസ്ത്രത്തിന്റെ ഒന്നാമത്തെ പ്രത്യേകതയായിട്ട് പറഞ്ഞത്. എന്നാൽ മറ്റൊരു കാര്യമുണ്ട്, ശാസ്ത്രത്തിൽ ചില തത്വങ്ങൾ മാറാത്തതുമുണ്ട്. ഒന്നും രണ്ടാണെന്ന് ഗണിതശാസ്ത്രം പറയുന്നു. ഒന്നും ഒരു വലിയ ഒന്നാണെന്ന് നമ്മുടെ ബഷീർ പറയുന്നത് വേറൊരു അർത്ഥത്തിലാണ്, ഫിലോസഫിക്കൽ ആയിട്ടുള്ള ഒരു അർത്ഥത്തിലാണ്. അല്ലാതെ ഒന്നും രണ്ടല്ലാതെ മൂന്നാവുന്നില്ലല്ലോ. ചില കാര്യങ്ങള് മാറാതെയും നിൽക്കും ശാസ്ത്രത്തില്. അപ്പൊ അങ്ങനെ മാറാതെ ചില അംശങ്ങൾ വിവർത്തനത്തിലും ഉണ്ടാവും. ചില അംശങ്ങൾ മാറാതെ വിവർത്തനത്തിൽ സൂക്ഷിക്കണം. മൂലകൃതിയുടെ സംസ്കാരം, കഥാപാത്രങ്ങളുടെ പേരുകൾ, ലക്ഷ്യഭാഷയുടെ വാക്യഘടന എന്നിവ വിവർത്തനത്തിൽ നിലനിർത്തേണ്ടതാണ്. വിവർത്തനം ആസ്വാദ്യമാകണമെങ്കിൽ, ലക്ഷ്യഭാഷയിലെ വായനക്കാരൻ അതിനെ പിന്തുടരണമെങ്കിൽ എന്തു ചെയ്യണം?
മൂലകൃതിയുടെ സംസ്കാരത്തെ മാറ്റാതെ അതിൽ നിലനിർത്തണം. അതുപോലെ തന്നെ കഥാപാത്രങ്ങളുടെ പേരുകളൊക്കെ മാറ്റാതെ നിന്നാൽ മാത്രമേ യഥാർത്ഥത്തിൽ മൂലകൃതിയോടുള്ള വിശ്വാസ്യത വിവർത്തകൻ നിലനിർത്തുന്നു എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ ലക്ഷ്യഭാഷയുടെ വാക്യഘടനയ്ക്ക് അനുസൃതമായ തരത്തിലല്ലെങ്കിൽ മൂലകൃതിയുടെ വാക്യഘടന അതേപോലെ എഴുതി ലക്ഷ്യഭാഷയിലേക്ക് വിവർത്തനം ചെയ്യാൻ നോക്കിയാൽ വളരെ കൃത്രിമമായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെ മാറ്റാൻ പറ്റാത്ത അല്ലെങ്കിൽ മാറ്റെഴുതാത്ത ചില ഘടകങ്ങൾ വിവർത്തനത്തിലും ഉണ്ട്. അതുകൊണ്ട് അത് ശാസ്ത്രത്തെ പോലെ തന്നെ ആണെന്ന് പറയാം. അതുപോലെ ശാസ്ത്രത്തില് പലപ്പോഴും ഈ ശാസ്ത്രങ്ങൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ഇപ്പൊ ഗണിതശാസ്ത്രം എന്തിനാണ് ഈ സയൻസ് പഠിക്കുന്ന സമയത്ത്, ഇപ്പൊ ഫിസിക്സ് പഠിക്കുന്ന ആൾ എന്തിനാണ് സബായിട്ട് എന്ത് പഠിക്കുന്നുണ്ട്, മാത്സ് പഠിക്കുന്നുണ്ട്. എന്തിനാ മാത്സ് പഠിക്കുന്നത്? ഫിസിക്സ് പഠിച്ചാൽ പോരെ, അല്ലെ കെമിസ്ട്രി പഠിക്കുന്നുണ്ട്. ഇതിന്റെ അർത്ഥം ഇത് പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. നമുക്കുണ്ട്, നമ്മള് ഇപ്പൊ സാഹിത്യം, മലയാള സാഹിത്യം പഠിക്കുന്ന ഒരാൾ സംസ്കൃത സാഹിത്യം പഠിക്കുന്നു. എന്തിനാ പഠിക്കുന്നത്? ഇത് പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഈ പരസ്പര ബന്ധം, ശാസ്ത്രങ്ങൾക്ക് പരസ്പര ബന്ധമുണ്ട്. അതുപോലെ തന്നെ വിവർത്തനം എന്ന് പറയുന്ന ഒരു ബുദ്ധി വ്യാപാരമാണല്ലോ. ബുദ്ധി യുക്തിയും വേണ്ടതാണ്. അപ്പൊ ഒരു ബുദ്ധി വ്യാപാരം ആയതുകൊണ്ട് ഈ ബുദ്ധി വ്യാപാരത്തെ വിവർത്തനം പരിശോധിച്ചിട്ട് ഒരാളുടെ ബുദ്ധി വ്യാപാരം ഏത് വഴിക്ക് പോകുന്നു എന്നുള്ളത് അറിയാൻ പറ്റും. ചില മാനസിക രോഗങ്ങളെ പോലും അപഗ്രഥിക്കുന്നതിന് ഒരു വിവർത്തകന് മാനസിക രോഗം ഉണ്ടെന്നിരിക്കട്ടെ, അയാളുടെ വിവർത്തനം വെച്ചിട്ട് അയാളുടെ മാനസിക വ്യാപാരങ്ങളെ പോലും അളക്കാൻ കഴിയുമെന്നാണ് ആധുനിക ശാസ്ത്രം പറയുന്നത്. അപ്പോ ഈ വിവർത്തനം, ഒരാളുടെ വിവർത്തനം വെച്ച് അയാളുടെ സ്വഭാവം അളക്കാം. മനഃശാസ്ത്രത്തിൽ ഒരാളുടെ വിവർത്തനം അയാളുടെ സ്വഭാവത്തെ അളക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നു. അപ്പം അവിടെയും പരസ്പര ബന്ധം, ശാസ്ത്രങ്ങളുടെ പരസ്പര ബന്ധം. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, വിവർത്തനത്തിന് ശാസ്ത്രീയതയുണ്ടെന്ന് പറയാം. പിന്നെ കമ്പ്യൂട്ടർ ശാസ്ത്രത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന പോലെ തന്നെ നമ്മൾ യന്ത്രവിവർത്തനം നടത്തുന്നത് കമ്പ്യൂട്ടറിലൂടെയാണ്. അപ്പൊ കമ്പ്യൂട്ടറിന്റെ ഉപയോഗവും ഇവിടെ നമുക്ക് പ്രായോഗിക തലത്തിൽ വേണ്ടി വരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ കൂടെ നോക്കുന്ന സമയത്ത് വിവർത്തനം ശാസ്ത്രമാണ് എന്ന് പറഞ്ഞാൽ അതിനെ നിഷേധിക്കാൻ ആവില്ല എന്ന് മാത്രമല്ല, അത് വളരെ വലിയ ഒരു സത്യമാണെന്ന് നമുക്ക് സമ്മതിക്കേണ്ടി വരും. കുറിപ്പുകള് തയ്യാറാക്കിയിട്ടുണ്ടോ നിങ്ങള്? പറയേണ്ടതുണ്ടോ? എഴുതുന്നുണ്ട്. വിവർത്തനം ശാസ്ത്രമാണ്, വിവർത്തനം കലയാണ്, അതുപോലെ തന്നെ വിവർത്തനം ക്രാഫ്റ്റ് അല്ലെങ്കിൽ കരവിരുതാണ് എന്നുള്ളത് നമ്മൾ അംഗീകരിക്കും. അതെ, ഇതും നിങ്ങൾ ചോദിക്കുന്നതാണ് കേട്ടോ, ചോദിക്കുന്നതാണ്, നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. ഈ വിവർത്തനത്തിന്റെ സാംസ്കാരിക പ്രാധാന്യം. വിവർത്തനത്തിന്റെ സാംസ്കാരിക പ്രാധാന്യം. വിവർത്തനത്തിന് സാംസ്കാരികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടോ? വിവർത്തന സംസ്കാരവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? സാഹിത്യ വിവർത്തനവും പറയുമ്പോൾ സംസ്കാരവുമായിട്ട് അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് സാഹിത്യം, അല്ലെ? സാഹിത്യം എന്ന് പറയുന്നത് സംസ്കാര പ്രതിഫലനമാണ്. ഓരോ പ്രാദേശിക സാഹിത്യവും ആ പ്രാദേശിക സംസ്കാരങ്ങളെ പ്രതിഫലിപ്പിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വിവർത്തനത്തിന് തീർച്ചയായും സാംസ്കാരിക പ്രാധാന്യമുണ്ട്. ഓരോ സംസ്കാരത്തിനും തനതായ ചില സാംസ്കാരികമായ പ്രത്യേകതകൾ ഉണ്ടാവും. നമ്മൾ തന്നെ ഈ സാഹിത്യകൃതികളുടെ വിവർത്തനം പരിശോധിക്കുമ്പോൾ അതിനകത്തൊരു പ്രധാനമായിട്ടുള്ള ഒരു വിഷയമാണ് പ്രശ്നം. 2 പ്രശ്നങ്ങളാണ് വരുന്നത്. ഒന്ന് ഭാഷാപരമായ പ്രശ്നവും മറ്റൊന്ന് സാംസ്കാരികമായ പ്രശ്നങ്ങളും. എന്തൊക്കെ ആയിരിക്കാം? നമ്മുടെ വിവർത്തനങ്ങൾ ഒരുപാട് വായിച്ചിട്ടുണ്ടല്ലോ, നിങ്ങളൊക്കെ പലരും വായിച്ചിട്ടുണ്ടോ? എന്തൊക്കെ ആയിരിക്കാം ഒരു വിവർത്തനത്തിൽ, സാഹിത്യകൃതിയുടെ വിവർത്തനത്തിൽ ഉണ്ടാകുന്ന സാംസ്കാരിക പ്രശ്നങ്ങൾ? പൊതുവായിട്ടൊന്ന് ആലോചിച്ച് നോക്കാം. ദേശം, ഭാഷ. അതെ, ദേശം, ഭാഷാപരമായ പ്രശ്നം എന്നുള്ള തരത്തിൽ വരുമ്പോഴും സംസ്കാരവുമായിട്ട് അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതിലെ പല പദങ്ങളും ഓക്കെ അല്ലെ? അപ്പൊ ദേശം, അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണ രീതികള്,
ആചാര അനുഷ്ഠാനങ്ങള്, അതുപോലെ ഇതെല്ലാം സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണ്. ഉത്സവങ്ങൾ, ആഘോഷങ്ങള് എല്ലാം തന്നെ. അപ്പോൾ ഇതെല്ലാം സാംസ്കാരികമായിട്ടുള്ള ഈ സാംസ്കാരികങ്ങളെല്ലാം ചേർന്നതാണ് ഒരു സമൂഹം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സാംസ്കാരിക പ്രതിഫലനമായിട്ടുള്ള സാഹിത്യകൃതിയുടെ വിവർത്തനത്തിൽ വളരെയധികം സാംസ്കാരിക പ്രാധാന്യമുണ്ട്. ഈ സാംസ്കാരികമായ അന്തരം, വ്യത്യാസം കൂടുന്നതനുസരിച്ച് ഈ കൃതിയുടെ വിവർത്തനം എന്ന് പറയുന്നത് വളരെ പ്രയാസമേറിയതായിട്ട് വരും. ഇപ്പൊ ചെമ്മീൻ എന്ന് പറയുന്ന കൃതി, ചെമ്മീൻ ഇംഗ്ലീഷിലേക്ക് നാരായണ മേനോൻ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ചെമ്മീൻ എന്ന് തന്നെയാണ് കൃതിയുടെ ചെയ്തിട്ടുണ്ട് ഇംഗ്ലീഷിലേക്ക്. അപ്പൊ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ചെമ്മീനിലെ സാംസ്കാരികമായിട്ടുള്ള ധാരാളം പ്രത്യേകതകളുണ്ട് അല്ലെ. അതിലൊരു മിത്ത് അവതരിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഈ എന്താണ് പുറക്കാട് കടപ്പുറങ്ങൾ ഒരു പ്രത്യേക പ്രദേശത്തെ കടപ്പുറത്തെ ഒരു പ്രത്യേക സമുദായത്തിന്റെ വിശ്വാസവും അവര് സംസാരിക്കുന്ന ഭാഷയും അവരുടെ ബന്ധങ്ങളും ഒക്കെയാണ് അതിനകത്തുള്ളത്. അപ്പോ ആ ഒരു മത്സ്യത്തൊഴിലാളികളുടെ അവിടുത്തെ ആ പ്രത്യേക പ്രദേശങ്ങളിലെ കേരളം മുഴുവനുള്ളതല്ല, അപ്പം ആ ഒരു പ്രത്യേക പ്രദേശത്തെ സംസ്കാരം, പ്രദേശത്തെ ഒരു പ്രത്യേക സമുദായത്തിന്റെ സംസ്കാരം, വിശ്വാസങ്ങള്, ആചാരങ്ങള് ഇതെല്ലാം അതിൽ വരുന്നുണ്ട്. പക്ഷേ ഇത് ഇംഗ്ലീഷിലേക്ക് വിവരിച്ച ഇംഗ്ലീഷിലെ ഒരു വായനക്കാരന് ഇതെല്ലാം അപ്പടി മനസ്സിലായിക്കൊള്ളണമെന്നില്ല എന്ന് മാത്രമല്ല, പലപ്പോഴും അതിന് അടിക്കുറിപ്പുകൾ കൊടുക്കേണ്ടി വരുന്നു. ഇപ്പം അതിനനുസരിച്ച് പലപ്പോഴും കാര്യങ്ങൾ ഭാഷാപരമായിട്ട് ബന്ധങ്ങള് ഒക്കെ തന്നെ നമ്മുടെ ബന്ധസൂചക പദങ്ങള് ഇതൊക്കെയും മനസ്സിലാക്കാൻ വിവർത്തകനല്ല വായനക്കാരന്, ലക്ഷ്യഭാഷയിലെ വായനക്കാരന് ബുദ്ധിമുട്ട് കൂടുതലായിരിക്കും. കാരണം സാംസ്കാരികമായ അന്തരം ഇവിടെ കൂടുതലാണ് ഈ രണ്ട് ഭാഷകൾക്ക് തമ്മിൽ. ഒരു പക്ഷേ ഇന്ത്യയിലെ തന്നെ മറ്റൊരു ഭാഷയിലേക്കുള്ള ചെമ്മീനിന്റെ വിവർത്തനം തമിഴിലേക്ക് ഇത്ര വലിയൊരു പ്രശ്നം ഉണ്ടാവില്ല. അതിന് കാരണം സാംസ്കാരികമായ അന്തരം നമുക്ക് അത്രത്തോളമില്ല എന്നല്ല, അത്രത്തോളമില്ല. ഭാഷയും സംസ്കാരവും അകലുന്നതനുസരിച്ച്, സാംസ്കാരികമായ അന്തരം കൂടുന്നതനുസരിച്ച് വിവർത്തനത്തിലുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളും കൂടിക്കൊണ്ടിരിക്കും എന്നതാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഞാൻ ചെമ്മീനെ കുറിച്ച് പറഞ്ഞത്. അപ്പൊ ഇതിനെക്കുറിച്ച് ഗഹനമായിട്ട് ഈ സാംസ്കാരിക പ്രശ്നങ്ങളെ കുറിച്ച് ചിന്തിച്ച ഒരു ചിന്തകനാണ്, സൈദ്ധാന്തികനാണ് ഇസഡോർ പിഞ്ചക്. അദ്ദേഹം സംസ്കാരത്തെ പ്രധാനമായിട്ടും 5 ഘടകങ്ങളായിട്ട് ഇസഡോർ പിഞ്ചക് സംസ്കാരത്തെ പ്രധാനമായിട്ടും 5 ഘടകങ്ങളായിട്ട് അപഗ്രഥിക്കുന്നു. ഒന്ന് പരിസര വിജ്ഞാനം, എൻവയോൺമെന്റൽ സയൻസ് അല്ലെ, പരിസര വിജ്ഞാനം, സാമൂഹ്യ ബന്ധങ്ങൾ, വിശ്വാസവും മൂല്യങ്ങളും, സാങ്കേതിക വിദ്യ, ഭാഷയും കലയും എന്നിവയാണ്. ഇതാണ് 5 ഘടകങ്ങൾ. പരിസര വിജ്ഞാനം, സാമൂഹ്യ ബന്ധങ്ങൾ, വിശ്വാസവും മൂല്യങ്ങളും, സാങ്കേതിക വിദ്യ, ഭാഷയും കലയും. ഇങ്ങനെ 5 ഘടകങ്ങളായിട്ട് സാംസ്കാരിക ഘടകങ്ങളെ ഇസഡോർ പിഞ്ചക് അപഗ്രഥിക്കണം. ഈ ഓരോന്നും എന്തൊക്കെയാണ് വരുന്നതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്.
ഭൂമിശാസ്ത്രപരമായ വസ്തുതകൾ, കൃഷി, വാസ്തു വീട് പണിയുമ്പോഴൊക്കെ നമ്മൾ നോക്കുമല്ലോ, വാസ്തു, പ്രകൃതി പ്രതിഭാസങ്ങൾ എന്നിവ പരിസരത്തിൽ ഉൾപ്പെടുന്നു. പരിസര വിജ്ഞാനം ഒന്നാമത്തെ വിഭാഗം. ഭൂമിശാസ്ത്രപരമായ വസ്തുതകൾ, കൃഷി, വാസ്തു, പ്രതിഭാസങ്ങൾ എന്നിവ പരിസര വിജ്ഞാനത്തിൽ ഉൾപ്പെടുന്നു. അടുത്തത് സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സമ്പ്രദായം, കാര്യങ്ങൾ എന്നിവ സാമൂഹ്യ ബന്ധങ്ങൾ എന്ന ശീർഷകത്തിൽ വരുന്നു. അതായത് രണ്ടാമത്തെ ഘടകം, ഇസഡോർ പിഞ്ചക് പറഞ്ഞ രണ്ടാമത്തെ ഘടകത്തിൽ വരുന്നതാണ് ഇവയൊക്കെ. അടുത്തത് പറയട്ടെ, ഈശ്വരവിശ്വാസം, മതാചാരങ്ങൾ, സദാചാര സങ്കല്പങ്ങൾ, അന്ധവിശ്വാസം, അനാചാരം, മൂല്യസങ്കല്പങ്ങൾ, വിശ്വാസ മൂല്യങ്ങളിൽ പെടും. ഇനി പറയണോ? ഈശ്വരവിശ്വാസം, മതാചാരങ്ങൾ, സദാചാര സങ്കല്പങ്ങൾ, അന്ധവിശ്വാസം, അനാചാരം, മൂല്യസങ്കല്പങ്ങൾ എന്നിവ വിശ്വാസ മൂല്യങ്ങളിൽ പെടുന്നു. വിശ്വാസവും മൂല്യവും എന്ന് പറഞ്ഞൊരു ഘടകമുണ്ടല്ലോ, അതിൽ വരുന്നതാണ് ഈ പറഞ്ഞതൊക്കെ. വിശ്വാസ മൂല്യങ്ങളിൽ പെടുന്നു. ഓരോ തൊഴിലിനോടും ബന്ധപ്പെട്ട പദങ്ങളും അളവും തൂക്കവും വിജ്ഞാനശാഖകളിലെ സാങ്കേതിക പദങ്ങളുമെല്ലാം സാങ്കേതിക സംജ്ഞയിൽ പെടുന്നു. ഈ സാങ്കേതിക വിദ്യ എന്നുള്ളതിൽ വരുന്നു. സാങ്കേതിക വിദ്യ എന്നതിൽ വരുന്നു. അടുത്ത ഘടകം ഭാഷയാണല്ലോ പറയുന്നത്, അഞ്ചാമത്തെ ഘടകം. ഭാഷയിൽ ഭാഷാഭേദങ്ങൾ വരുന്നു. ഭാഷാഭേദങ്ങൾ പരിഗണിക്കേണ്ടതുണ്ട്.
ജാതി, മതം, തൊഴിൽ, പ്രദേശം ഇവയൊക്കെ അടിസ്ഥാനമാക്കിയുള്ള ഭാഷാഭേദങ്ങൾ. ജാതി, മതം, പ്രദേശം, തൊഴിൽ ഇതൊക്കെ അടിസ്ഥാനമാക്കിയുള്ള ഭാഷാഭേദങ്ങൾ ഇതിൽ പെടുന്നു. അടിസ്ഥാനമാക്കിയുള്ള ഭാഷാഭേദങ്ങളും ഇതിൽ പെടുന്നു. അതായത് ഭാഷാഭേദം എന്ന വിഭാഗത്തിൽ വരുന്നു, ഭാഷ എന്നതിൽ വരുന്നു. 5 ഘടകങ്ങളായിട്ടല്ലേ ഇസിഡോർ പിഞ്ചക്ക് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിൽ 5ാമത്തെ ഘടകമാണ് ഭാഷ. അതിൽ ഭാഷാഭേദങ്ങൾ വരുന്നു. ജാതി, മതം, തൊഴിൽ, പ്രദേശം ഇതൊക്കെ അടിസ്ഥാനമാക്കിയുള്ള ഭാഷാഭേദങ്ങൾ ഇതിൽ വരുന്നു. ഓരോ പ്രദേശത്തെയും കലാരൂപങ്ങളും സവിശേഷമായിരിക്കും. കലാരൂപങ്ങളും സവിശേഷമായിരിക്കും. സംഗീതത്തിനും ചിത്രകലയ്ക്കും ശില്പകലയ്ക്കും എല്ലാം വ്യത്യാസമുണ്ട്. സംഗീതത്തിനും ശില്പകലയ്ക്കും ചിത്രകലയ്ക്കും എല്ലാം വ്യത്യാസമുണ്ട്. അതിനനുസരിച്ചുള്ള പദസമ്പത്തും ആ ഭാഷയ്ക്കുണ്ടായിരിക്കും. അതിനനുസരിച്ചുള്ള പദസമ്പത്തും ആ ഭാഷയ്ക്കുണ്ടായിരിക്കും. ഇത്തരം സാങ്കേതിക ഘടകങ്ങൾ വിവർത്തനത്തിന് വഴങ്ങാറില്ല. ഇതാണ് വിവർത്തനത്തിനുണ്ടാകുന്ന ഒരു വലിയ സാംസ്കാരിക പ്രശ്നം. സാഹിത്യ വിവർത്തനത്തിൽ സാംസ്കാരികമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെയാണ്. ഇത്തരം സാങ്കേതിക പദങ്ങൾ പലപ്പോഴും വിവർത്തനത്തിന് വഴങ്ങാറില്ല. സാങ്കേതിക ഘടകങ്ങൾ അല്ലെങ്കിൽ സാങ്കേതിക പദങ്ങൾ പലപ്പോഴും വിവർത്തനത്തിന് വഴങ്ങാറില്ല. ഇപ്പൊ എന്ത് ചെയ്യും നമ്മള് ഇങ്ങനെ ചെയ്യുമ്പോ? നമ്മളാണ് വിവർത്തകൻ എന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പുതിയ പദം ഉണ്ടാക്കും. എന്ത് ചെയ്യാൻ പറ്റും? പുതിയ പദം രൂപീകരിക്കും. പുതിയ പദം ഉണ്ടാക്കേണ്ടി വരും. മനോധർമ്മം അല്ലെ? അല്ലെങ്കിലോ നമുക്കിപ്പോ പുതിയ പദം ഉണ്ടാക്കാൻ പറ്റില്ല. പുതിയ പദം ഉണ്ടാക്കിയാൽ ഒരു പ്രശ്നമുണ്ട്. പുതിയ പദം ഉണ്ടാക്കുമ്പോ ഈ ലക്ഷ്യഭാഷയിലെ വായനക്കാരനത് മനസ്സിലായിക്കൊള്ളണമെന്നില്ലല്ലോ. അനുയോജ്യമായ പദമാണെങ്കിലോ? അനുയോജ്യമായ പദം സാന്ദർഭികമായിട്ട് മനസ്സിലാക്കണം. പക്ഷെ ഇവിടെ ചെയ്യാൻ പറ്റുന്ന എന്താണ്? ഇങ്ങനെ വരുമ്പോ അടിക്കുറിപ്പുകൾ കൊടുക്കാൻ പറ്റും. ഈ പദം തന്നെ ഉപയോഗിക്കാം. ഈ പദം തന്നെ ഉപയോഗിച്ചിട്ട് ഇതിന് അടിക്കുറിപ്പായിട്ട് അതിന്റെ വിശദീകരണം കൊടുക്കാം. അതേ പേജിൽ വിശദീകരണം കൊടുക്കാം. പക്ഷെ ഈ അടിക്കുറിപ്പുകൾ ഒരുപാടായാൽ അതും വായനയ്ക്ക് തടസ്സമായിട്ട് മാറും. അത് മറ്റൊരു പ്രശ്നമായിട്ട് വായനക്കാരന് തോന്നും. അപ്പൊ അത് അധികമാകാനും പാടില്ല. എന്നാൽ ചില വാക്കുകൾ അത് മാറ്റാനും പറ്റില്ല. ചെമ്മീൻ എന്നുള്ളത് പോലും ചെമ്മീൻ എന്ന വാക്ക് തന്നെയാണ് വിവർത്തനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ ഈ സാങ്കേതിക പദം രണ്ടിടങ്ങഴി എന്ന് പറയുന്ന കൃതിയിലാണ് ഏറ്റവും കൂടുതൽ 2 measures of rice എന്നാണ് അതിന്റെ ഇംഗ്ലീഷ് വിവർത്തനം. അപ്പോൾ ആ 2 measures of riceും രണ്ടിടങ്ങഴിയും തമ്മിൽ നമ്മൾ നോക്കുമ്പോൾ അജഗജാന്തരം അല്ലേ? പക്ഷെ ഇത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒരു വാക്കുണ്ടാക്കിയാണ് കൊടുത്തിരിക്കുകയാണ്. സമാനമായിട്ട് തിരഞ്ഞെടുത്തും കൊടുത്തിരിക്കുകയാണ്. പക്ഷെ ആ ഇടങ്ങഴി എന്ന് പറയുന്നത് നമ്മുടെ ഒരു അളവാണ്. അതിന്റെ അളവ്, പാത്രം, ഇത്തരം കാര്യങ്ങളൊക്കെ അറിയാത്ത ഒരാൾക്ക് രണ്ടിടങ്ങഴി എന്ന് കൊടുത്താൽ അത് ആ ഒരു പുസ്തകത്തിന്റെ പേരിന് പോലും അടിക്കുറിപ്പ് കൊടുക്കേണ്ട അവസ്ഥ വരും. അതുകൊണ്ട് 2 measures of rice എന്നാണ് ആ വിവർത്തനം ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെയാണ് വിവർത്തനത്തിൽ ഉണ്ടാകുന്ന സാംസ്കാരികമായിട്ടുള്ള പ്രശ്നങ്ങൾ. വിവർത്തനത്തിലെ സാംസ്കാരികവും ഭാഷാപരമായ പ്രശ്നങ്ങൾ. പിന്നെ ചെയ്യാവുന്നത് ഇതിന് പരിഹാരം ഉണ്ടാവണമല്ലോ. അപ്പൊ നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നത് എന്തെങ്കിലും അടിക്കുറിപ്പ്, അതേ പദം തന്നെ ഉപയോഗിച്ച് അടിക്കുറിപ്പ് കൊടുക്കാം. അല്ലെങ്കിൽ സമാനമായവ പരമാവധി കണ്ടെത്തിയിട്ട് കൊടുക്കാം. പിന്നെ ചെയ്യാവുന്നത് ഭാഷയിലെ ശൈലികളും പഴഞ്ചൊല്ലുകളും ഒക്കെ
അത് മറ്റൊരു പ്രശ്നം അതാണ്. ഭാഷയിലെ പഴഞ്ചൊല്ലുകളും ശൈലികളും. കാറ്റുള്ളപ്പോൾ തൂറ്റണം. അതായത് ഇവിടുത്തെ കാറ്റ് നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച്, നമ്മുടെ കാർഷിക സംസ്കാരത്തിനനുസരിച്ചുണ്ടായ ഒരു ശൈലിയാണ് അല്ലെ, കാറ്റുള്ളപ്പോൾ തൂറ്റണം. ഇതെങ്ങനെ പാശ്ചാത്യ ദേശത്തേക്ക് വിവർത്തനം ചെയ്തു കൊടുക്കാൻ പറ്റും? അപ്പൊ ഇവിടെ എന്ത് ചെയ്യും? ഇതിന് സമാനമായിട്ട് അവിടെയുള്ള ഒരു ശൈലി കണ്ടെത്തിയിട്ട് അപ്പോൾ അത് കൊടുക്കുകയാണെങ്കിൽ ഈ ഇംഗ്ലീഷ് ഭാഷയിലെ ഒരു വായനക്കാരന് അത് മനസ്സിലാവും. അല്ലാതെ ഇവിടെ പദാനുപദം വിവർത്തനം ചെയ്തു കഴിഞ്ഞാൽ എന്തെങ്കിലും മനസ്സിലാവോ ലക്ഷ്യഭാഷയിലെ വായനക്കാരന്? ഇല്ല. വളരെ തമാശയായിട്ട് തോന്നും അല്ലെ. അപ്പൊ ഇത് തന്നെയാണ് അരോചകമായിട്ട് തോന്നും. ഇതിന് അസ്വാഭാവികമായിട്ടുള്ള വിവർത്തനങ്ങൾ കൊടുത്താൽ അതാണ് പ്രശ്നം. അപ്പൊ അതുകൊണ്ട് ഇത്തരം ശൈലികളും പഴഞ്ചൊല്ലുകളും എന്ന സമയത്ത് സമാനമായിട്ടുള്ള ഒരു ശൈലിയോ പഴഞ്ചൊല്ലോ ഏത് ഭാഷയിലെ ലക്ഷ്യഭാഷയിൽ നമ്മൾ കണ്ടെത്തുകയും അത് കൊടുക്കുകയും ചെയ്യാം. പക്ഷേ അപ്പൊ ചോദിക്കാവുന്ന മറ്റൊരു ചോദ്യം, അത് ഇതാവുമോ? നമ്മുടെ മൂലഭാഷയിലെ അതേ ശൈലിയും പഴഞ്ചൊല്ലും ആകുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. അത് നമ്മുടെ സംസ്കാരവുമായിട്ട് അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. നമ്മുടെ കാലാവസ്ഥയും അതുപോലെ തന്നെ നമ്മുടെ വിശ്വാസങ്ങളും ഒക്കെയായി ബന്ധപ്പെട്ട് നിൽക്കുന്നതായിരിക്കും. അപ്പൊ അതുകൊണ്ട് 100% വിവർത്തനം സാധ്യമല്ല എന്ന് പറയുന്ന ഈ സൈദ്ധാന്തികന്മാരെയൊക്കെ നമ്മൾ അംഗീകരിക്കുന്നു. എങ്കിലും വിവർത്തനം എന്ന് പറയുന്നത് ഭാഷയുടെയും സംസ്കാരത്തിന്റെയും വളർച്ചയ്ക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നായതുകൊണ്ട് ഒരിക്കലും വിവർത്തനം ചെയ്യാതിരിക്കാൻ കഴിയില്ല. വിവർത്തനം നമുക്ക് വളരെ അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇത്തരം പരിമിതികളെ മനസ്സിൽ വെച്ചുകൊണ്ട് പരിമിതികളെ പരമാവധി ഒഴിവാക്കിക്കൊണ്ട് വിവർത്തനം ചെയ്യുക എന്നുള്ളതാണ് നല്ലൊരു വിവർത്തകന് ചെയ്യാൻ പറ്റുന്ന കാര്യം. അപ്പം ഇത്രയും കൊണ്ട് നമുക്ക് ഇപ്പം സമയത്തായി 12:30 ആയി തോന്നുന്നു അല്ലെ? നമുക്ക് കുട്ടികൾക്കൊക്കെ വിശക്കുന്നുണ്ടാവും വീട്ടില്. അപ്പൊ ഇന്ന് ഇത്രയും കൊണ്ട് നമുക്ക് നിർത്താം. ഇനി നാളെ ഈ സമയം തന്നെയാണോ നിങ്ങൾ പ്രിഫർ ചെയ്യുന്നത്? നാളെ 10 മണി തൊട്ടുള്ള സമയം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. 10 തൊട്ട് 12 വരെയാണ്. നിങ്ങൾക്ക് ഇനി ഉച്ചയ്ക്ക് ശേഷമുള്ള സമയമാണ്. ഹലോ, ഉച്ചയ്ക്ക് ശേഷം വേണ്ട, രാവിലെ മതി. ഈ സമയം രാവിലെ മതി. 9:45 10 മണി ആ സമയമാകുമ്പോഴത്തോടെ 10 മണിയാകുമ്പോഴേക്കും 9:45 നിങ്ങളൊന്ന് വന്ന് നിൽക്കുക. സാങ്കേതിക പ്രശ്നം ടെസ്റ്റ് ചെയ്യാം. ഓക്കെ, നല്ല ക്ലാസ് ആയിരുന്നു ടീച്ചറെ. താങ്ക് യു ടീച്ചർ. നന്ദി. എന്തോ വരിക. നമുക്ക് നാളെ ഓക്കെ ടീച്ചറെ. പേടിച്ചിട്ടായിരുന്നു ടീച്ചറെ. കുറഞ്ഞു. ക്ലാസ് ആയിരിക്കും. നല്ല ക്ലാസ് ആയിരുന്നു ടീച്ചറെ. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഓഡിയോയും കൂടെ ആയിരുന്നു ടീച്ചറെ. കുറച്ചുകൂടെ പ്രയോജനം നല്ല ക്ലിയർ ആയിരുന്നു ഓഡിയോ. വളരെ നന്നായിട്ട് നല്ല ക്ലാസ് ആയിരുന്നു. അതെ, സംസ്കൃതത്തിന്റെ കാര്യം ടീച്ചർ ഒന്ന് ഉണ്ണികൃഷ്ണൻ സാറിന്റെ അടുത്ത് പറയണേ. ഗ്രാമർ പാർട്ട് വേറെ നമുക്ക് എഴുതുന്ന രീതി അത് ഗ്രാമർ പാർട്ട് മാത്രം മതി. മറ്റേ ദൂതവാക്യമോ അല്ലെങ്കിൽ രഘുവംശമോ കുഴപ്പമില്ല. ഗ്രാമർ പാർട്ട് മാത്രം ഒന്ന് എഴുതി കാണിച്ചു കഴിഞ്ഞാൽ വലിയ ഉപകാരമാണ്. എഴുതി കാണിക്കണമെന്നുണ്ടായിരുന്നു. പല പേരുകൾ ഞാൻ ക്ലാസ്സിലാണെങ്കിൽ എഴുതി കാണിക്കും. അല്ല, ടീച്ചറുടെ സ്പഷ്ടത നല്ലതായിരുന്നു. അതുകൊണ്ട് നമുക്ക് അത് വ്യക്തമായിരുന്നു. കുഴപ്പമില്ല, വ്യക്തമായിട്ട് പറയുന്നതുകൊണ്ട് മനസ്സിലാവും. ഓക്കെ ടീച്ചർ.